അപ്പോൾ ശരിക്കും ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം കൂടിയില്ല, അതായത് പാണ്ഡ്യവംശത്തിലുള്ള എന്താ പറയാ അതിന്റെ കുലദേവതയായിട്ടുള്ള മധുര മീനാക്ഷിയാണ് മാളികപ്പുറത്തമ്മ എന്നും പറയുന്നുണ്ടല്ലോ. മാളികപ്പുറത്ത് മധുര മീനാക്ഷി എന്ന് പറയുമ്പോൾ മധുര മീനാക്ഷി അന്നപൂർണേശ്വരി ആയിട്ടാണ്. മാളികപ്പുറത്തമ്മയ്ക്ക് അവിടെ പൂജ വരുന്നത് വനദുർഗയുടെ പൂജ വരുന്നത്. എന്നിട്ട് രണ്ടും തമ്മിൽ വ്യത്യാസമില്ലേ? അങ്ങനെയാണ്. അന്നേരം മാളികപ്പുറത്തമ്മയ്ക്ക് വനദുർഗയുടെ പൂജ ഇതാണ് വരുന്നത്. ഇത് മാളികപ്പുറത്തമ്മ എന്ന് പറയുന്നത് ഞങ്ങളുടെ ചരിത്രം അനുസരിച്ച് ചിരപ്പഞ്ചിറ മൂപ്പന്റെ ചിരപ്പഞ്ചിറ ഗുരുനാഥന്റെ മകളാണ് മാളികപ്പുറത്തമ്മ. പല രീതിയിൽ ചരിത്രങ്ങൾ വരുന്നുണ്ടല്ലോ. മഹിഷിയാണ് മാളികപ്പുറത്തമ്മയായെന്നുള്ള രീതിയിൽ നൂറ്റാണ്ട് ഓരോ യുഗങ്ങളുടെ വ്യത്യാസം ഉണ്ടല്ലോ. മഹിഷിയും ഈ മാളികപ്പുറത്തമ്മയും അയ്യപ്പന്റെ ചരിത്രത്തിന് 800-900 വർഷത്തിന്റെ പഴക്കേ ഉള്ളൂ. പക്ഷെ മഹിഷിയുടെ ചരിത്രത്തിന്റെ തമ്മിൽ വർഷങ്ങളുടെ വ്യത്യാസമില്ലേ? അപ്പോ യുഗങ്ങളുടെ വ്യത്യാസമുണ്ട്. 1500 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു ക്ഷേത്രം ഉണ്ടായെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു 800 വർഷങ്ങളുടെ പഴക്കം. 900-900 വർഷത്തിന്റെ ഇടയ്ക്ക്